ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മിനി ബൊക്കെ ഉണ്ടാക്കിയാലോ? ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ഈസിയാണ് ഈ ബൊക്കെ ഉണ്ടാക്കാൻ. ആദ്യം നമ്മൾ ബൊക്കേൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫ്ലവേഴ്സിന്റെ സ്റ്റെം ആട്ടോ ഉണ്ടാക്കാൻ പോണേ. അതിനൊരു ഗ്രീൻ കളറ് പേപ്പർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള കളർ പേപ്പർ നിങ്ങളുടെ കൈമല്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കണ്ട. നിങ്ങൾ എന്താക്കുക, ഒരു A4 ഷീറ്റോ ഒരു പേജോ എടുത്തിട്ട് അതിൽ ഗ്രീൻ പെയിന്റ് അടിച്ചാലും മതി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കുറേ എണ്ണം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു മിനി ബൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു 2-3 ഫ്ലവേഴ്സ് മതി. അപ്പോൾ ഇതിൽ കാണിച്ച പോലെ നമ്മൾ ആ പേപ്പർ റോൾ ചെയ്ത് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ ഇതുപോലെ നമുക്ക് സ്റ്റെമ്മ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നും വേണ്ട കേട്ടോ. അടുത്തത് നമ്മളൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി നമ്മൾ പിങ്ക് കളറാണ് ചൂസ് ചെയ്തത്. ഇവിടെയും ഞാനൊന്നും ചിന്തിക്കാണ്ട് കുറേ പേജ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഒരു 3 പേജൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ പേജിനെ 2ആക്കി മടക്കി കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടോ, ആ പേജിന്റെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ച് അത് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഫ്ലവർ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് സിമ്പിളാണെന്ന്. പക്ഷെ നമുക്കൊരു 2-3 വട്ടം ചെയ്താലേ ഉള്ളൂ കറക്റ്റ് രീതിയിൽ ആ ഫ്ലവർ നമുക്ക് കിട്ടുള്ളൂ. ഞാനിത് പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസ് തന്നെ. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് ഈ ഫ്ലവർ ഫസ്റ്റ് നല്ലോണം ചെയ്യാൻ കഴിയുമെന്ന്. ഫസ്റ്റത്തെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അറ്റംപ്റ്റ് ഫസ്റ്റത്തെ കൊളായി. രണ്ടാമത്തെ ചെയ്തപ്പം ഫസ്റ്റത്തെക്കാട്ടിനും കുറച്ചും കൂടി നന്നായി. മൂന്നാമത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പം എന്താ, നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഇനി ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് വൈറ്റ് പേപ്പർ എടുക്കുകയാണ്. എന്നിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ അതിനുള്ളിൽ വെച്ചിട്ട് 2 സൈഡും മടക്കി വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ഇനിയുള്ളതൊക്കെ അങ്ങോട്ടേക്ക് സിമ്പിളാണ്. ഇനി അതാ അടുത്ത സൈഡും മടക്കി അതുപോലെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിന് അത്യാവശ്യം നീളമുണ്ട്. പിന്നെ ഞാൻ പോയി സ്റ്റെമ്മിൻ്റെ നീളമൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇത്ര ആയപ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ഒരു ബ്രൗൺ പേപ്പറാണ്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നൊക്കെ ഇട്ട് തരുന്നൊരു കവർ ഉണ്ടല്ലോ, ഞാൻ ആ കവർ എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ തുണിക്കടയിലൊക്കെ പോയാൽ തുണി പാക്ക് ചെയ്ത് തരുന്ന കവറില്ലേ, അതായാലും മതി. എന്തായാലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളെ വീട്ടിൽ ഉണ്ടാവാതിരിക്കില്ല. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് മാതിരി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ വെച്ചെടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് പിന്നെയും ചെയ്യുക. 2 ഭാഗം മടക്കി കൊടുക്കുക, എന്നിട്ട് ഒരു ത്രെഡ് വെച്ച് കെട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് കേട്ടോ നമ്മുടെ ബൊക്കെ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ബൊക്കെ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും.